ഈ മോൻ്റെ പപ്പ വിദേശത്തായിരുന്നു. അന്നേരം ഈ റിസൾട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തന്നെ അവിടുത്തെ ഡോക്ടർമാർ ചോദിച്ചത് ഇതാണ്, ഈ കുഞ്ഞിപ്പോഴും ജീവനോടുണ്ടോയെന്നാണ് ചോദിച്ചത്. അന്നേരം ശോഭ ആൻ്റണി, ഞാൻ പരുമല ഇടവകയിലുള്ളതാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ നാത്തൂൻ്റെ മോന് പെട്ടെന്നൊരു പനി ഉണ്ടാവുകയും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അന്നേരം ഒരു മരുന്ന് കൊടുത്തിട്ട് വീട്ടിലേക്ക് വിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും മകന് പനി അങ്ങ് കൂടി. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞ് പുഷ്പഗിരിക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പുഷ്പഗിരി കൊണ്ടുചെന്ന് കഴിഞ്ഞുടനെ അവർ പറഞ്ഞു ഇവിടെ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പെട്ടെന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന ഉടനെ അവർ പറഞ്ഞ് ലിവർ മാറ്റി വെക്കണം, കുഞ്ഞിന് INR 8.6 ആണെന്ന് പറഞ്ഞ്. പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. കാരണം ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് മരണാവസ്ഥയിലേക്ക് പോവുകയാണ്, എന്തും സംഭവിക്കാമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ കരൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ്. അന്നേരം അമ്മയുടെ കരൾ കുഞ്ഞിന് കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്ന് 30 ലക്ഷം രൂപയോളം വേണമെന്നാണ് പറഞ്ഞത്. അന്നേരം കുഞ്ഞിന് 10 വയസ്സേ ഉള്ളൂ. അന്നേരം എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അന്നേരം ഞാൻ പറഞ്ഞ് എല്ലാവരോടും ഞാൻ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ നേരം അവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ ഞാനങ്ങനെ ഉടമ്പടി എടുക്കുകയോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡ് പപ്പ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാൻ വന്നിട്ടുമില്ല. അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൃപാസനത്തിൽ അമ്മേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം, ആ കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുക്കാം, അവനെ പൂർണ്ണ സൗഖ്യം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ 11-ാം തീയതി ഡോക്ടർമാർ ഫിക്സ് ചെയ്ത് അവൻ ഓപ്പറേഷൻ മാറ്റി വെക്കുന്ന 11-ാം തീയതി ആണെന്ന് പറഞ്ഞു. ഞാൻ 10-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അന്നേരം അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എൻ്റെ പാപ്പനോടും ഒക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ പപ്പായുടെ അടുത്ത് നിന്ന് നിങ്ങൾ തൈലം മേടിച്ചുകൊണ്ട് പോകണം, കൊന്ത കൊണ്ട് കൊടുക്കണം. നാത്തൂനെ കെട്ടിച്ചിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലേക്കായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു കൊന്ത കൊണ്ട് കൊടുക്കണം, എന്നിട്ട് ഈ തൈലം കുഞ്ഞിൻ്റെ നെറ്റി പുരട്ടണം. അവൻ ICUലാണ്. അന്നേരം നേഴ്സുമാരെ കൊടുത്ത് നിങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ കഴുത്തെ കൊന്തയിടാൻ പറഞ്ഞു. എന്നിട്ട് നാത്തൂനോട് പറഞ്ഞു നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞിങ്ങനെ ഓൺലൈൻ വഴി വചനം കേൾക്കുന്ന ആരെയൊക്കെ പറഞ്ഞു. ഞാൻ ബൈബിൾ വായിക്കുകയും ചെയ്യും. മാക്സിമം ഞാൻ കൊന്ത ചെല്ലും, എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ കൊന്തകൾ ചെല്ലി തീർക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഓൺലൈൻ വഴിയുള്ള അച്ഛൻ്റെ നൊവേനകൾ ഞാൻ കൂടാൻ തുടങ്ങി. ആ 9 നൊവേനെ ഞാൻ അടുപ്പിച്ച് കൂടുന്നുണ്ട്. അതിനകത്ത് അച്ഛനൊരു നൊവേനെ പറയുന്നുണ്ട്, നടപടി 4:30 വചനമുണ്ട്. അങ്ങേ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കരങ്ങൾ നീട്ടണമെന്ന് ഞാൻ ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മകൻ്റെ മേ കരങ്ങൾ വെച്ച് കരം നീട്ടി സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരഞ്ഞ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ മോൻ്റെ പപ്പ വിദേശത്തായിരുന്നു. അന്നേരം ഈ റിസൾട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തന്നെ അവിടുത്തെ ഡോക്ടർമാർ ചോദിച്ചത് ഇതാണ്, ഈ കുഞ്ഞിപ്പോഴും ജീവനോടുണ്ടോയെന്നാണ് ചോദിച്ചത്. അന്നേരം പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ പപ്പ നാട്ടിലെത്തുകയും ചെയ്ത് പക്ഷേ പെട്ടെന്ന് 11-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കയറ്റിയപ്പം കുഞ്ഞിന് INR 8.6 എന്നുള്ളത് 2 പോയിൻ്റായി മാറി. അന്നേരം ഡോക്ടർമാർക്ക് സംശയമായി. ഡോക്ടർമാർ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പെട്ടെന്ന് അവർ ICU തന്നെ കിടത്തി. എന്നിട്ട് അവർ ഓരോ ദിവസം അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ എല്ലാം കുഞ്ഞ് ബ്ലഡ് എല്ലാം നോർമലായി കുഞ്ഞ് വരിക. അങ്ങനെ കുഞ്ഞ് പൂർണ്ണ സൗഖ്യവാനായി ഇപ്പോൾ ഇരിക്കുന്നു. ഞാൻ എൻ്റെ റിസൾട്ടുകൾ മൊത്തം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ബ്രദറിൻ്റെ എല്ലാം. പൂർണ്ണ ആരോഗ്യവാനിപ്പോൾ ഇരിക്കുന്നു. മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 ഞാൻ നന്ദി പറയണം. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എനിക്കറിയില്ലായിരുന്നു 6 കാര്യങ്ങൾ എഴുതണമെന്നോ അല്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഞാനിവിടെ വന്ന് 6 കാര്യങ്ങൾ എഴുതിയതിൽ എല്ലാ കാര്യത്തിലും മാതാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 മാസം ആയതേ ഉള്ളൂ ഞാൻ ഉടമ്പടി എടുത്തിട്ട്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.